സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണയ്ക്ക്. കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന ഫൈനലിൽ പരമ്പരാഗത എതിരാളികളായ റയൽ മഡ്രിഡിനെ 5-2 അവർ തോൽപ്പിച്ചത്. ഗോൾ കീപ്പർ വോസിജിക് ഷ്വാസിനി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരുമായി കളിച്ചാണ് ബാഴ്സ സൂപ്പർ കപ്പ് നേടിയത്. 15ാം തവണയാണ് അവർ സൂപ്പർ കപ്പ് കിരീടം നേടുന്നത്. ഏറ്റവും കൂടുതൽ സൂപ്പർ കപ്പ് കിരീടങ്ങൾ എന്ന നേട്ടവും ബാഴ്സ നിലനിർത്തി. ബാഴ്സ കോച്ച് എന്ന നിലയിൽ ഹാൻസി ഫ്ലിക് ആദ്യമായി കിരീടം ഉയർത്തി. കളി തുടങ്ങി 5 മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ റയൽ മുന്നിലെത്തിയതോടെ തീപാറും പോരാട്ടം ഉറപ്പായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ അസിസ്റ്റാണ് ഗോളിന് വഴിവെച്ചത്. കസാഡോയുടെ കാലിൽ നിന്നും പന്ത് റാഞ്ചി വിനീഷ്യസ് എംബാപ്പയ്ക്ക് മറിച്ചു നൽകി. കിട്ടിയ അവസരം താരം മുതലാക്കി. 22ാം മിനിറ്റിൽ കൗമാര താരം ലാമിനെ യാമാലിലൂടെ ബാഴ്സ ഒപ്പം പിടിച്ചു. റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ അസിസ്റ്റാണ് ഗോളിന് വഴി തുറന്നത്. 36ാം മിനിറ്റിൽ ലെവൻഡോവ്സ്കിയുടെ പെനാൽറ്റി ബാഴ്സയെ മുന്നിലെത്തിച്ചു. എഡ്വേർഡ് കാമാവിംഗയുടെ ഫൗളിന് റഫറി വാർ പരിശോധിച്ചാണ് പെനാൽറ്റി വിധിച്ചത്. വെട്രൽ സ്ട്രൈക്കറുടെ സ്പോട്ട് കിക്ക് റയൽ ഗോൾ കീപ്പർ തിബൌത്ത് കോർട്ടോസിസിനെ മറികടന്നു. 39ാം മിനിറ്റിൽ റാഫിഞ്ഞയുടെ ഗോൾ എത്തി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അലഹാൻഡ്രോ ബാൽഡെ പട്ടിക 4 യമാൽ, റാഫിന്ന എന്നിവർ തുടങ്ങി വെച്ച നീക്കമാണ് ഗോളിൽ അവസാനിച്ചത്. രണ്ടാം പകുതി തുടങ്ങി വൈകാതെ അടുത്ത ഗോളെത്തി. കസാഡോയുടെ പിന്നൽ നീക്കമാണ് റാഫിഞ്ഞയ്ക്ക് രണ്ടാം ഗോൾ അടിക്കാൻ സൗകര്യമായത്. 56ാം മിനിറ്റ് ഗോൾ കീപ്പർ വോസിജിക് ഷ്വാസിനി ചുവപ്പ് കാർഡ് കണ്ടത് ബാഴ്സയെ ഞെട്ടിച്ചു. ബോക്സിലേക്ക് പന്തുമായി എത്തിയ എംബാപ്പയെ വീഴ്ത്തിയാണ് താരം പുറത്തായത്. ഗാവിയെ പിൻവലിച്ച് ഇനാക്കി പെനയെ ഇറക്കിയാണ് ബാഴ്സ ഗോൾ വലയം കാത്തത്. 60ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് വലയിലാക്കി റോഡ്രിഗോ റയാലിന്റെ രണ്ടാം ഗോൾ അടിച്ചു. ബാഴ്സയുടെ പ്രതിരോധ കളിയാണ് തുടർന്നുണ്ടായത്.